𝗙𝗪𝗏 ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 𝗙𝗪𝗏 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 1.85 LCD TFT ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയന്റിന്റെ സഹായത്തോടെയുള്ള ബ്ലൂടൂത്ത് കോളിംഗും ഈ ഒരു വാച്ചിന്റെ സവിശേഷതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാച്ച് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 2199 രൂപയ്ക്ക്, അതായത് 2200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ MRP വരുന്നത് 9999 ആണ്. അപ്പോൾ നല്ല മികച്ച ഡിസ്പ്ലേയും അതുപോലെ ഏറ്റവും മികച്ച ബ്ലൂടൂത്ത് കോളിംഗ് എല്ലാം എനേബിൾഡ് ആയിട്ടുള്ള ഒരു മികച്ച സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഏതെങ്കിലും ബാങ്കിന്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓഫറും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 𝗙𝗪𝗏 നമുക്ക് ഏകദേശം 5ഓളം കളേഴ്സിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ബെറി ബ്ലൂ എന്ന കളർ വേരിയന്റ് ആണ്. ഇതാണ് ബെറി ബ്ലൂ എന്ന കളർ വേരിയന്റ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് സാൽമൺ പിങ്ക് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട്, അതുപോലെ തന്നെ ലൂണാർ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഫയർ ഓറഞ്ച് ഉണ്ട്, മോസ് ഗ്രീൻ. ബോക്സിന് പുറത്ത് നമുക്ക് ന്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മോഡൽ നെയിമാണ്. 1.85 LCD TFT ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്ത് കോളിംഗ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ്. സാധാരണ സ്മാർട്ട് വാച്ചസിന്റെ ബോക്സ് നമുക്ക് സ്ക്വയർ ആയിട്ട് അല്പം ചെറിയ ബോക്സ് ആണ് കിട്ടാറുള്ളത്. ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വശങ്ങളിലൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അതുപോലെ AI വോയിസ് അസിസ്റ്റന്റ്, പിന്നെ ഇൻബിൽട്ട് ആയിട്ട് ഗെയിംസ് ഉണ്ട്, പിന്നെ IP67 വാട്ടർ പ്രൂഫ് റെസിസ്റ്റന്റ് ആണ്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള QR കോഡ് ഇവിടെ ഉണ്ട്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 𝗙𝗪𝗏 എന്നാണ് ആപ്പിന്റെ പേര് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 9999 ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് 2199 വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു ബോക്സ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ഒരു യൂസർ മാനുവൽ, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ വാറണ്ടി കാർഡുമാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ ആണ്. പിന്നെ വാച്ചിന്റെ ഓവറോൾ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. 34 mm സിലിക്കൺ സ്ട്രാപ്പാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്ട്രാപ്പ് വരുന്നത്. ഇത് ഡിറ്റാച്ചബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് വേറെ സ്ട്രാപ്പൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത് ആർക്കും എളുപ്പത്തിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ തിരിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ പിറകിലായിട്ട് വരുന്നത് കുറച്ച് സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജിംഗ് പോയിന്റ് ഉണ്ട്, ബിൽറ്റ് ഇൻ സ്പീക്കർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. വാച്ചിന്റെ മെയിൻ ബോഡി പാർട്ട് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിന്റെ ഈ ഒരു ഡിസ്പ്ലേ മുകളിലായിട്ട് വന്ന ഈ ഒരു സ്റ്റിക്കർ ഇതേപോലെ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. സ്ട്രാപ്പിന്റെ ബക്കിളൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ്. സ്ട്രാപ്പ് കൊടുക്കുന്നതിനായിട്ട് ഇത്തരത്തിൽ 2 പോയിന്റും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വാച്ചിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ DND മോഡ് കാണാനായിട്ട് സാധിക്കും. ഇത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഇവിടെ ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇത് ടൈമറാണ്, ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൽ ക്യാമറ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഷട്ടർ വിൻഡോ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോൺ കോൾ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ സബ് ഓപ്ഷനായിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇതിൽ ബ്രൈറ്റ്നസ് മാനേജ്മെന്റ് ആണ് ആദ്യം കാണുന്നത്. പിന്നെ ഇതിൽ ഓട്ടോ സ്ലീപ്പ് വിൻഡോ ഞാൻ 30 സെക്കൻഡ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് മാറ്റാൻ പറ്റും. പിന്നെ വാച്ച് ഫേസ് ഇതിൽ ഡിഫോൾട്ടായിട്ട് 4ഓളം വാച്ച് ഫേസസ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ ആപ്പ് വഴി നോക്കുകയാണെങ്കിൽ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെനു വ്യൂ ചേഞ്ച് ചെയ്യാം, ലിസ്റ്റ് വ്യൂ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്വിക്ക് വിൻഡോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി ലോഗ് കാണാനായിട്ട് പറ്റും. സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് പ്രഷർ കൗണ്ട് ഉണ്ട്, പിന്നെ SpO2 മെഷർമെന്റ് ഉണ്ട്, വെതർ റിപ്പോർട്ട് ഉണ്ട്. കമ്മിങ് ഡേയ്സിലെ വെതർ റിപ്പോർട്ട് കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇതിൽ കാണാനായിട്ട് പറ്റും. മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാനും അതുപോലെ പോസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. കോള് പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഹലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഇത് വാങ്ങാൻ പോകണം, മറ്റേ ഷീറ്റ് വാങ്ങാൻ പോകണം. അവിടെ പോയി വാങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇൻകമിംഗ് കോൾ ഇപ്പോൾ വന്നത് കണ്ടു. ഇനി നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് റീസെൻറ്റ് കോൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കോൾ ലിസ്റ്റും കാണാൻ പറ്റും. പിന്നെ ഡയൽ പാഡ് ഉണ്ട്. ഇതിൽ നമ്പർ ഇതേപോലെ ഡയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോൺടാക്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ ഞാനിപ്പോൾ ഒരു നമ്പർ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആപ്പ് വഴി നമ്പർ ഫീഡ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ
വേണമെങ്കിൽ നമുക്കത് ലൗഡ് സ്പീക്കർ ആക്കാം, അതുപോലെ മ്യൂട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് കോളിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല ക്ലാരിറ്റിയിലാണ് നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചതിന് ശേഷം കോളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാച്ചിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നല്ല റേഞ്ചൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കോൾസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. മാത്രമല്ല ഇൻകമിംഗ് കോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിൽ തന്നെ പെട്ടെന്ന് പിക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാനും സാധിക്കുന്നതാണ്. മാത്രമല്ല മ്യൂസിക് നമുക്ക് ഈ ഒരു വാച്ചിലൂടെ തന്നെ മാനേജ് ചെയ്യാം, പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മ്യൂസിക് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്നത് പിന്നെ ഫോണിലാണെങ്കിലും ഇത് സൗണ്ട് വരുന്നത്, അതായത് ഓഡിയോ വരുന്നത് വാച്ചിൽ നിന്നാണ്. ഒരു ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് പോസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് നെക്സ്റ്റ് ട്രാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്താൽ മതി. പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാൻ മാത്രമല്ല നമുക്കിതിൽ സൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. വോള്യൂം ഇതേപോലെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന വോയിസ് വാച്ചിൽ നിന്നുള്ള സൗണ്ടാണ് കേട്ടോ. പലർക്കും സംശയം ഉണ്ടാവും നമുക്ക് വാച്ചിൽ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോഴും അതുപോലെ ഇത്തരത്തിൽ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വാച്ചിലൂടെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ നമുക്കിതിലൊരു ജോയ്സ്റ്റിക്കിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഗെയിംസ് ആണ്. 2048 എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. പിന്നെ തണ്ടർ ബാറ്റിൽഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗെയിം ഉണ്ട്. മൂന്നാമത്തെ ഗെയിം ഇതാണ്, യങ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഗെയിമിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ചെറിയ തോതിലുള്ളൊരു ഗെയിം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ ആപ്പ് കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമുക്ക് പിന്നെ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. സ്റ്റെപ്പ് കൗണ്ട്സ് ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. അങ്ങനെ വാച്ചിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിലും കാണാനായിട്ട് പറ്റും. പിന്നെ താഴെയുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ വാച്ച് നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ വിൻഡോയിലേക്ക് ചെന്ന് ഇതെല്ലാം എനേബിൾ ചെയ്തിടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ആപ്പിലും അല്ലെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് വാച്ചിൽ കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനെല്ലാം എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അലാംസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷട്ടർ ഉണ്ട്. പിന്നെ ഫേവറേറ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വന്ന് കോൺടാക്ട്സ് ഒക്കെ നിങ്ങളുടെ വാച്ചിലേക്ക് ആഡ് ചെയ്യണം. ഇത്തരത്തിൽ അപ്ഡേറ്റ് ആകും. ഇപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് നമ്മുടെ വാച്ചിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കോൾ ലിസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ചെന്നാൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കോൺടാക്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് ഈ ഒരു നമ്പറിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഫോണിൽ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് വാച്ചിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു വാച്ചിൽ വരുന്നത് LCD TFT OGS ഡിസ്പ്ലേ ആണ്. ഒരു നോർമൽ LCD ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ വളരെ ഫേഡഡ് കളേഴ്സ് ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. മാത്രമല്ല ബാറ്ററി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. സ്ക്രീൻ ടു ബോഡി റേഷ്യോയും വളരെ കുറവായിരിക്കും എന്നതും അതിൻ്റെ പോരായ്മയാണ്. പിന്നെ ഈ ഒരു LCD TFT ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഒരു ബ്രില്യൻ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. ബാറ്ററി കൺസപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും ബാറ്ററി കൺസപ്ഷൻ. പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിൽ വരുന്നത് വളരെ അൾട്രാ തിൻ ബെസൽസ് ആണ്. പിന്നെ ടച്ചും വളരെ സീംലെസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഈ ഒരു വാച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോളിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോളിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാച്ച് നൽകുന്നത്. ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കണക്ടിവിറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ടും കിട്ടും. കണക്ഷൻ ഡ്രോപ്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ കോള്, അതുപോലെ SMS, പിന്നെ ആപ്പ് നോട്ടിഫിക്കേഷൻ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ സാധാരണ ചില വാച്ചുകളിലെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഇത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഔട്ട്ലെറ്റിന്റെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഓഫർ പ്രൈസിന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്മാർട്ട് വാച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഓഫറുകൾ തരാറുള്ളത്. പിന്നീട് ഇതിൻ്റെ പ്രൈസൊക്കെ ഇൻക്രീസ് ആവാനാണ് സാധ്യത. അപ്പോൾ റിയലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ നേരെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഇത്തരത്തിലുള്ള ഓഫറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.